അരീക്കോട് ബാപ്പു സാഹിബ് മെമ്മോറിയൽ സ്റ്റേഡിയത്തിൽ വലിയ ഫുട്ബോൾ ഉത്സവം അരങ്ങേറുകയാണ്. അരീക്കോട് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഫുട്ബോളിന് ഒരുപാട് സംഭാവനകൾ നൽകിയ, രാജ്യത്തിന് വേണ്ടി ഒരുപാട് കളിക്കാരെ സൃഷ്ടിച്ച, കേരളത്തിന്റെ സന്തോഷ് ട്രോഫിയിലടക്കം ഒരുപാട് ഫുട്ബോൾ കളിക്കാരെ സമ്മാനിച്ച അരീക്കോടാണ്. ആ അരീക്കോട് പുതുതലമുറയ്ക്ക് ഫുട്ബോളിനെ ആവേശം കൊള്ളിക്കുന്നതിനും പുതുതലമുറയെ ഫുട്ബോളിലേക്ക് ചേർത്ത് നിർത്തുന്നതിനും ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തി വരുന്നുണ്ട്. അതിലൊന്നാണ് ഈ ഒരു ഫുട്ബോൾ മേള, ഇനി നടക്കാൻ പോകുന്ന ഫുട്ബോൾ ടൂർണമെന്റ്. അതിന്റെ സംഘാടകരോട് നമുക്ക് ചോദിക്കാം, എന്തെല്ലാം ഉദ്ദേശ ലക്ഷ്യങ്ങളാണ് ഈ ഒരു ഫുട്ബോൾ ടൂർണമെന്റുകൾ ഇവിടെ നടത്തുമ്പോൾ ഉള്ളത്? സാധാരണഗതിയിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് ഇത്തരം ഫുട്ബോളുകളൊക്കെ ഉപയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ ഫുട്ബോളിന്റെ ഈ നാട്ടിലെ ഫുട്ബോളിന്റെ വളർന്നു വരുന്ന തലമുറക്ക് സഹായകരമായ രീതിയിലുള്ള കോച്ചിങ് ക്യാമ്പുകൾ, അതുപോലെ തന്നെ മെറ്റീരിയൽസ്, ഇത്തരം സംഗതികളൊക്കെ അറേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ വിപുലമായിട്ടുള്ള, വളരെ വ്യാപകമായിട്ടുള്ള പരിപാടികളാണ്. ഇത് ഇവിടെ അവസാനിക്കുന്നില്ല, ഇതൊരു തുടർ പ്രക്രിയയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു നല്ല തുടക്കമാവട്ടെ എന്നാണ് പറയാനുള്ളത്. ഫുട്ബോൾ പ്രേമികൾക്കും അതുപോലെ തന്നെ ഫുട്ബോളിൽ വെറ്ററൻസ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ സഹായം നൽകുന്ന രീതിയിലുള്ള ഒരു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൂടി ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു കാര്യം. ഈ ഒരു ടൂർണമെന്റ് എത്ര ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളും മറ്റുമൊക്കെ ഒരുക്കിയിട്ടുണ്ട്? ഏതാണ്ട് ഗാലറി 5000 ആളുകൾക്ക് ഇരിക്കാനുള്ള ഗാലറിയാണ്. അതുകൊണ്ട് തന്നെ അതിനോടനുബന്ധിച്ച് ഏതാണ്ട് 2000 ആളുകൾ, 2000-3000 ആളുകൾ വന്നു കഴിഞ്ഞാലും അവർക്കും നല്ല രീതിയിൽ കളി കാണാനുള്ള സൗകര്യം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. അരീക്കോടിന്റെ ഒരു ഫുട്ബോൾ പാരമ്പര്യത്തെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ എത്രമാത്രം ഇന്ത്യൻ ഫുട്ബോളിലേക്കൊക്കെ ആളുകളെ ഇവിടെ നിന്ന് സംഭാവന ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്? അല്ല, അരീക്കോട് എന്ന് പറയുമ്പോൾ സെവൻസ് ഫുട്ബോൾ, അതുകൊണ്ട് തന്നെ 11സിലും അസോസിയേഷൻ ഫുട്ബോളുകളിലൊക്കെ ഏറ്റവും വലിയ പാരമ്പര്യമുള്ള ഒരു ടീമാണ് ടൗൺ ടീം അരീക്കോട്. ടൗൺ ടീമിനെ മാറിയെത്തിക്കൊണ്ട് അരീക്കോട് ഒരു ചരിത്രം തന്നെയല്ല. ഫുട്ബോളും അതുപോലെ തന്നെ ഫുട്ബോളിൽ കൂടെ ജോലി നേടിയിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ ഫുട്ബോളും വിദ്യാഭ്യാസവുമാണ് അരീക്കോടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പൈതൃകം. ആ ഫുട്ബോളിനെ വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം കൊണ്ടുവരിക എന്നുള്ളതാണ്. അരീക്കോടിൽ നിന്ന് ഒരുപാട് ഇന്റർനാഷണൽ കളിക്കാരുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ, KSRTC, KSCB, പോലീസ്, അതുപോലെ തന്നെ കസ്റ്റംസ്, അത്തരത്തിലുള്ള ഒരുപാട് ടൈറ്റാനിയം, അങ്ങനത്തെ ഒരുപാട് ക്ലബ്ബുകളിൽ കളിച്ച അരീക്കോട്, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ കേരളത്തിൽ തന്നെയുള്ള ഒരു ഫുട്ബോൾ ഗ്രാമമാണ് അരീക്കോട് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഫുട്ബോളിനെ മാറ്റി നിർത്തിക്കൊണ്ട് അരീക്കോടിന് ഒരു ചരിത്രം തന്നെ ഇല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പുതിയ തലമുറ അത് ഏറ്റെടുത്തുകൊണ്ട് ഇത് ഒരു തുടർ പ്രക്രിയയിലേക്ക് കൊണ്ടുപോകാൻ ടൗൺ ടീമിൻ്റെ 75ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇതിന് മുതിർന്നിട്ടുള്ളതെന്നാണ് സത്യം. ഈ കളിക്ക് മേൽനോട്ടം വഹിക്കുന്നത് SFA ആണോ? SFAയുടെ അംഗീകൃത ഒരു ടീമാണ് ഇവിടെ കളിക്കുന്നത്. 18ഓളം അസോസിയേഷൻ ടീമുകളും 2 പ്രാദേശിക ടീമുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് 21 കളികളാണ് ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കാലാവസ്ഥക്ക് അനുകൂലമായി കഴിഞ്ഞാൽ 21 ദിവസം കൊണ്ട് ഈ കളി അവസാനിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പ്രമുഖരായിട്ടുള്ള ടീമുകൾ ആരൊക്കെയാണ്? പ്രമുഖരായിട്ടുള്ള നമ്മൾ അടുത്തുള്ളത് KDS കീശേരിയാണ് ഏറ്റവും പ്രമുഖമായിട്ടുള്ള സെവൻസ് ടീമിൽ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ടീം. അതുപോലെ തന്നെ ഫിഫ മഞ്ചേരി, അതുപോലെ തന്നെ ടൗൺ ടീം അരീക്കോട്, മെഡിഗാഡ് അരീക്കോട്, ജിംഖാന തൃശ്ശൂർ, അതുപോലെ തന്നെ നമ്മുടെ ശാസ്ത്ര മെഡിക്കൽ തൃശ്ശൂർ, അത്തരത്തിലുള്ള നിരവധി ടീമുകളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. അൽമദീന ചെർപ്പളശ്ശേരി, ഈ ടീമുകളെല്ലാം ഒതുങ്ങുന്ന ഒരു SFA ആണ് ഈ ടൂർണമെന്റ് ഇവിടെ സംഘടിപ്പിക്കുന്നതാണ് സത്യം. ഈ ഒരു അരീക്കോട് ഫുട്ബോൾ എന്ന് പറയുമ്പോൾ വനിതകൾക്ക് കൂടി അവസരം നൽകുന്നുണ്ട് കാണാൻ എന്ന് പറയുന്നുണ്ട്. എന്താണ് അങ്ങനെ ഒരു തീരുമാനം? ആ തീരുമാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ അരീക്കോട് ഏറ്റവും ഫുട്ബോളിന് നമ്മളെ അറിയപ്പെടുന്ന നമ്മുടെ ഏറ്റവും ഇവിടെ ജോലിയും കാര്യങ്ങളും ഇവിടെ പറഞ്ഞ മാതിരി തന്നെ, അതുപോലെ മറ്റേ സ്ത്രീകൾക്ക് ഏറ്റവും ഞങ്ങളെ ഇവിടെ കളി നടന്നു ചമ്പാറമ്പൽ, അവരെ ഏറ്റവും നല്ല സജ്ജീകരണത്തോടു കൂടി നമ്മളെ ഒരു ഭാഗം തന്നെ അവർക്ക് വഹിച്ചിട്ട് കൊടുത്ത് അവരെ ഏറ്റവും പരിഗണിച്ചിട്ടാണ് പോയിട്ടുള്ളത്. അതുപോലെ നമ്മളെ ഈ അരീക്കോട്, നമ്മളെ താത്തങ്ങാടി, നമ്മളെ ഈ ഭാഗത്തു നിന്ന് സ്ത്രീകളും നമ്മളെ ഈ അരീക്കോട് ടൗണിലും ഇവർ ഈ കളിനെ ഏറ്റവും പ്രോത്സാഹിപ്പിക്കുന്ന നമ്മളെ യുവ തലമുറ കുട്ടികളൊക്കെ അവരെ നമ്മളെ കളിയിലേക്ക് പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവരുന്ന ഏറ്റവും നമ്മൾ കാണുന്ന ഒരു അമ്മമാരാണ്. അവരും കൂടി പരിഗണിച്ച് നമ്മളെ ഈ ഫുട്ബോൾ നല്ല രീതിയിൽ നടപ്പിലാക്കുന്നു. അരീക്കോട് പിന്നെ ഒരു ഫുട്ബോൾ പാരമ്പര്യത്തിലൂടെ സർക്കാർ ജോലികളിലേക്ക് അല്ലെങ്കിൽ ഒരു ജീവിത വരുമാനത്തിലേക്ക് നീങ്ങുന്ന ഒരു വിഭാഗം എത്രമാത്രം വളർന്നിട്ടുണ്ടായിരുന്നു? നമുക്ക് പഴയ കാലത്ത് നമുക്ക് കണ്ടാലറിയാം. നമ്മുടെ പിന്നെ യൂസഫ് അലി, നമ്മളെ അബീബ് റഹ്മാൻ, ജാബിർ, അങ്ങനെ പ്രമുഖ സൈനുൽ ആബിദ്, നമ്മളെ അങ്ങനത്തെ കുറേ ആളുകളുണ്ട്. ടൈറ്റാനിയത്തിൽ കളിച്ച കളിക്കാരുണ്ട്. അത് നമ്മൾ എടുത്തു നോക്കിയാൽ അറിയാം. നമ്മളെ ഏറ്റവും ഫുട്ബോളിനെ ലോകം അറിയുന്ന, അതുമാത്രമല്ല കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന നമ്മളെ അരീക്കോട് ഫുട്ബോളിനെ എല്ലാവരും നെഞ്ചിലേറ്റുന്നതാണ് അരീക്കോട്. അതാണ് പറയാനുള്ളത്. ഏറ്റവും വിദ്യാഭ്യാസപരമായിട്ടും ഫുട്ബോളിനെയും പിന്നെ ഏറ്റവും സ്നേഹിക്കുന്ന അരീക്കോട്. അപ്പോൾ അതാണ് നമ്മൾ അരീക്കോടിൻ്റെ ജോലിയും കാര്യങ്ങളിലൊക്കെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന അരീക്കോട്. എല്ലാ മേഖലയിലും ഫുട്ബോളിനെ കൊണ്ട് അരീക്കോട് വലിയ വികസനം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു ടൂർണമെന്റ് കൊണ്ട് എന്താണ് നിങ്ങൾക്ക് അർത്ഥമാക്കുന്നത്?
ഈ ടൂർണമെൻറ്റ് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ പിന്നെ ആരോഗ്യനിലത്തും പിന്നെ കിടപ്പിലെ ആളുകൾക്കും പിന്നെ മറ്റുള്ള നമ്മൾ ചാരിറ്റിക്കും വേണ്ടി നീക്കി വെക്കാനും പിന്നെ വെറ്ററൻസ് അതുപോലെയുള്ള കുട്ടികൾക്കും വരുന്ന തലമുറകൾക്കും വേണ്ടി നീക്കി വെക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അതാണ് ഈ ടൂർണമെൻറ്റിനോട് ഞങ്ങൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ ടൂർണമെന്റിന് നേതൃത്വം നൽകുന്നത് ഏതൊക്കെ ക്ലബ്ബുകളാണ്? ടൗൺ ടീം അരീക്കോട് 75 വർഷമായിട്ട് പാരമ്പര്യമുള്ള നമ്മുടെ ടൗൺ ടീമാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. അതുപോലെ തന്നെ വാസ്കോ വെള്ളേരിയും പിന്നെ YCC പുത്തലും ഈ 3 സംയുക്തമായിട്ടാണ്. പക്ഷേ അതിൻ്റെ മെയിൻ കാമിത്വം വഹിക്കുന്നത് ടൗൺ ടീം അരീക്കോട് തന്നെയാണ്. ഈ കാണികൾക്ക് അതോടൊപ്പം തന്നെ ഇതിന്റെ ഒരു പ്രചരണം എത്രമാത്രം വിപുലമാക്കി നടത്താനാണ് നിങ്ങളുടെ ഒരു ഉദ്ദേശം? ഗസ്റ്റുകളടക്കം ഏതെല്ലാം പ്രഗത്ഭരെ ഇവിടേക്ക് പങ്കെടുപ്പിക്കും? രാഷ്ട്രീയമായിട്ടും പിന്നെ പന്തളിയായിട്ടും അല്ലെങ്കിൽ ഫുട്ബോളായിട്ട് ബന്ധപ്പെടുന്ന എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒറ്റക്കെട്ടായിക്കൊണ്ട് ഈ ടൂർണമെൻറ്റ് വിജയിപ്പിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കുന്ന ടീമുകളെയാണ് ഓരോ നാട്ടുകാരും നോക്കുന്നത്. പ്രഗത്ഭ ടീമുകളുണ്ട്, അതോടൊപ്പം തന്നെ അതിനോട് കിടപിടിക്കുന്ന ഒരുപാട് കളിക്കാരെ ഉൾപ്പെടുത്തുന്ന ടീമുകളുണ്ട്. ഈ ഒരു ടൂർണമെന്റിൽ എടുത്തു പറയേണ്ട ടീമുകൾ അല്ലെങ്കിൽ കളിക്കാർ അവരെ ഒന്ന് പരിചയപ്പെടുത്താമോ? സെവൻസ് ഫുട്ബോളിൽ ആഫ്രിക്കൻസ് നിന്ന് വരുന്ന കുറേ പ്ലേയേഴ്സുകളുണ്ട്. പിന്നെ ഫിഫ മഞ്ചിൻ്റെ ഷാനവാസ്, ഗോൾ കീപ്പർ സലാം, അങ്ങനെയുള്ള താരങ്ങൾ ആ ഭാഗത്തുണ്ട്. പിന്നെ ആസിഫ് കോട്ടയിൽ KDS കളിക്കുന്നുണ്ട്. പല പ്രമുഖ വ്യക്തിത്വങ്ങളും. പിന്നെ ആഷിഖ് ഉസ്മാൻ, അതുപോലെ കരുണിയൻ. എടുത്തു പറയാവുന്ന ക്ലബ്ബുകൾ ഏതൊക്കെയാണ് പങ്കെടുക്കുന്നത്? ഫിഫ മഞ്ചേരി, KDS, ടൗൺ ടീം, മെഡിഗാർഡ്, എൽമദീന, ഇസ ഗ്രൂപ്പ്, ജിംഖാന തൃശ്ശൂർ, ഫിറ്റുവൽ കോഴിക്കോട്, ശാസ്ത്ര മെഡിക്കൽസ്, സ്കൈബ്ലൂ എടപ്പാൾ. ഏകദേശം ഈ ആളുകളുടെ ഒരു പങ്കാളിത്തം ഏകദേശം ഈ ഒരു പരിസര പ്രദേശത്തൊക്കെ എങ്ങനെയാണ് കാണുന്നത്? ഈ ഒരു ടൂർണമെന്റ് എത്രമാത്രം വിജയകരമാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? അരീക്കോട്ട്കാരെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോളാണ് അവരെ എല്ലാം. അവരെ ബ്ലഡിൽ അലിഞ്ഞു ചേർന്ന സംഗതിയാണ് ഫുട്ബോൾ. അവർക്ക് ജാതി മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അതീതമായിട്ട് ഫുട്ബോളിനെ അവർ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കളിയുടെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ നാട്ടുകാരെ എല്ലാവരും ശ്രമിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയും കൂടിയാണുള്ളത്. സംസ്ഥാന സഫയുടെ സംസ്ഥാന ഭാരവാഹിയാണ് ഇപ്പോൾ നമ്മോട് പ്രതികരിച്ചിട്ടുള്ളത്. അരീക്കോടിന്റെ വികസനത്തിന് എടുത്തു പറയേണ്ട 2 കാര്യങ്ങൾ വിദ്യാഭ്യാസവും ഫുട്ബോളും തന്നെയാണ്. ആ ഫുട്ബോളിനെ വളർത്തുന്നതിന് വേണ്ടി അരീക്കോട്ടെ ഈ വലിയ കൂട്ടായ്മ ഒരു വലിയ കാൽവെപ്പ് നടത്തുകയാണ്. ആ ഒരു ഫുട്ബോൾ ടൂർണമെന്റിന് മുഴുവൻ ആളുകളെയും ക്ഷണിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് അവർ ഈ സ്റ്റേഡിയത്തിനരികെ ഒത്തുചേർന്നിട്ടുള്ളത്. ക്യാമറാമാൻ സുധീഷിനൊപ്പം ഉമർ അലി ശിഹാബ്, വാഴക്കാട്. വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.